അമ്പലങ്ങളിൽ പോയെന്ന് പറയുന്നത് വലിയ വിശ്വാസിയാണ്. നമുക്ക് ദൈവ ഭയം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തെറ്റല്ലല്ലോ. അപ്പം വലിയ വിശ്വാസിയല്ല. എനിക്ക് ഞാൻ അമ്പലത്തിൽ പോയി അതെനിക്ക് പീസ് ഓഫ് മൈൻഡ് തരുന്നുണ്ട്. അല്ലാതെ അമ്പലത്തിൽ പോകുന്നത് ഞാൻ ഐ മീൻ ഹാർഡ് കോർ ഞാൻ അങ്ങനെ സൂപ്പർസ്റ്റിഷൻസിലോ ഒന്നും വിശ്വസിക്കുന്നതല്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നിടത്താണ് ക്ഷേത്രം. അത് എന്തുമാവാം, നമ്മുടെ വീടും ചിലപ്പോൾ നമുക്ക് ക്ഷേത്രമാവാം അല്ലേ. അപ്പൊ അമ്പലത്തിൽ പോകുമ്പോൾ ആ പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നു. അതുകൊണ്ട് അവിടെ വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്നു, പ്രാർത്ഥിക്കാൻ തോന്നുന്നു. അത്രേ ഉള്ളൂ. ഈ പ്രൊഡ്യൂസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിക്കുന്ന കേട്ടിട്ടുണ്ട്. സ്വാഭാവികമല്ലേ, വരുമല്ലോ. പൈസയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അന്ധവിശ്വാസക്കാരനായി പോകും. അങ്ങനെയാണല്ലോ. അതായത് ഈ കാറിലിരുന്ന് കഥ കേൾക്കുമ്പോൾ കാർ ഓഫ് ആയാൽ പിന്നെ പ്രൊജക്ട് ചെയ്യില്ല, വീട്ടിലിരുന്ന് കഥ കേൾക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. അത്രയൊന്നും ഓവറാക്കണ്ട. അല്ല, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. പക്ഷെ ചെറിയ ചെറിയ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങളല്ല, ചെറിയ ചെറിയ വിശ്വാസങ്ങള് എന്ന് നിലനിരുന്നത് സിനിമയല്ലേ. അതില് ഒരു കുറച്ച് വിജയബാബു വണ്ടി എടുക്കില്ല, എടുക്കും. പൂച്ച ചാടിയൊന്നും നമുക്ക് പ്രശ്നമില്ല. അപ്പം ഞാൻ പറഞ്ഞതല്ല, ചെറിയ ചെറിയ വിശ്വാസങ്ങൾ. അപ്പൊ നമുക്ക് ചിലപ്പം അതെന്നും നിലനിന്നിരുന്നു, എന്നും നിലനിന്നു. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഹിറ്റ് ഉണ്ടാവുമ്പോ അപ്പൊ അതിന്റെ ഫാക്ടർ അന്ന് ഞാൻ ഇങ്ങനെ ഇത് ചെയ്തിരുന്നപ്പം അങ്ങനെയൊക്കെ വരുന്നതിന് തെറ്റൊന്നുമില്ല. അതൊക്കെ ഒരു രസമായിട്ട് ആരും മുട്ടിക്കാത്ത നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നതിലോട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. ചില നമ്പേഴ്സ് നമുക്ക് ഇഷ്ടമാണ്. ആ നമ്പറിൽ ഇന്ന ദിവസം തുടങ്ങണം, ഇന്ന ദിവസം റിലീസ് ചെയ്യണം. പക്ഷെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഡേറ്റ് വെള്ളിയാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് അല്ലാത്ത ദിവസം. തുടങ്ങിയത് ആട് ദിവസം മാർച്ച് 15-ാം തീയതി അല്ല, മെയ് 15-ാം തീയതിയാണ് തുടങ്ങിയത്. അത് എനിക്ക് അറിയാവുന്നതിന്റെ പറഞ്ഞാൽ അത് വേറെ ഒന്നും കൊണ്ടല്ല. 8-ാം തീയതി ആയിരുന്നു പടക്കള റിലീസ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് തുടങ്ങാൻ നിയമം. കാരണം ഞാനൊന്ന് ഇരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ അത് അങ്ങനെ ഒരു 15 എന്ന് ഇത് ഉദ്ദേശമല്ല. പിന്നെ മറ്റുള്ള ആക്ടേഴ്സിന്റെ ഡേറ്റ്സ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഉരുത്തിരിഞ്ഞ് വന്നത് ഒരു 3 വട്ടം മാറി. ആദ്യം ഏപ്രിലിൽ തുടങ്ങാന്ന് വെച്ചു. ഏപ്രിൽ കഴിഞ്ഞ് പിന്നെ പടക്കളം റിലീസ് ആവാഞ്ഞപ്പം ഞാൻ പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് കൂടെ കൊണ്ടുവരും വെക്കണ്ട, 10 ദിവസം കൂടെ കഴിഞ്ഞ് അങ്ങനെ മാറി വന്നു. അല്ലാതെ ന്യൂമറോളജിയിലൊന്നും പോയി ചെയ്തൊന്നും വിശ്വാസമില്ല. അല്ല, അങ്ങനെ ജോൾസിന് വിശ്വാസമില്ലെന്നല്ല, നമ്മളിങ്ങനെ ഒന്ന് കേൾക്കാം, എന്ന് വെച്ചാൽ ഒപ്പീനിയൻ എടുക്കാം. എന്തെങ്കിലും നമുക്ക് അത് ഒരു രസമല്ലേ, നമുക്ക് കേൾക്കുന്നതുകൊണ്ട് എന്താ, നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോ ഈ ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രൊഡ്യൂസ് ചെയ്തതിൽ ഒരു ഇമ്മൻസ് ടാലന്റ് ആയിട്ട് പാൻ ഇന്ത്യ ലെവലിലാണ് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു സന്ദീപ്. എല്ലാവർക്കും അദ്ദേഹത്തെ ഒരു വലിയ മതിപ്പ്. അപ്പോൾ പടക്കള എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം സീൻ ബൈ സീൻ നായകനായി ബിൽഡ് ചെയ്തൊരു ഹീറോ ആണ് പുള്ളി. അതിനകത്ത് സ്വാഗ് ഒക്കെയുള്ള സന്ദീപ് ഇവിടെ ഉണ്ടായിരുന്നു. സന്ദീപ്, ഞാൻ ആദ്യം സന്ദീപിനെ നോട്ടീസ് ചെയ്യുന്നത് ഇതുവരെ റിലീസ് ചെയ്യാത്തൊരു പടം സന്ദീപ് ചെയ്തിരുന്നു. ആ സിനിമയുടെ പ്രിവ്യൂ ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സന്ദീപിനെ നോട്ടീസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് മുതൽ സന്ദീപിനുണ്ട്. അപ്പൊ പടക്കളം ഞാൻ വേറൊരു ആക്ടറിനോട് പറയുകയും അന്ന് ഡേറ്റ് ക്ലാഷ് വരികയപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ് us ഗോ വിത്ത് ദിസ് പേഴ്സൺ. അപ്പം നോക്കുമ്പോൾ സന്ദീപ് ഇങ്ങനെ ആലപ്പുഴ ജിംഖാനയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പൊ അങ്ങനെ I'm so happy that he has evolved as one of the best young actors. നമുക്കത് ആര് വരുമ്പോഴും സന്തോഷം. ആന്റണി വരുമ്പോഴും ഇപ്പം ഒബിയസ്ലി നസ്ലിൻ വന്നത് വേറെ സിനിമയിലാണെങ്കിലും ഹോമിലൂടെ നസ്ലിൻ അന്ന് ഉണ്ടായിരുന്ന റീച്ച്, നസ്ലിനും വരുന്ന കാണുമ്പം സന്തോഷം. അങ്ങനെ ഓരോ ആക്ടേഴ്സും നമ്മുടെ സിനിമയിൽ ഇപ്പൊ ഇന്ദ്രൻ സേട്ടന്റെ ലൈഫ് അങ്ങോട്ട് വേറൊരു മാഗ്നിറ്റ്യൂഡിലേക്ക് പോകുന്നത് ഇതിലാണ്. രജിഷ, അങ്കമാലി ഡയറക്ടറിൽ ഉണ്ടായിരുന്ന എല്ലാ ആക്ടേഴ്സും. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദേവമോഹൻ ഇപ്പം അന്ന് നമ്മുടെ മങ്കിപ്പനിലെ സനൂപ് ഇന്ന് വളർന്നു വലുതായി ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയിൽ നിങ്ങൾക്ക് കാണാം സനൂപിനെ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായി. അതിന്റെ ഡയറക്ടറാണ് കത്തനാർ പോലെ വലിയൊരു ആണോ അവര് പറഞ്ഞിട്ടത്. അപ്പൊ അങ്ങനെ കാണുമ്പോ നമുക്ക് സന്തോഷമാണ്. ലൈക്ക് ഡൂയിങ് വെൽ. അത് നോട്ട് ഓൺലി ആക്ടേഴ്സ് കേട്ടോ, ഐ മീൻ ഡയറക്ടേഴ്സ്. നമ്മൾ 16 ഡയറക്ടേഴ്സിനെ ലോഞ്ച് ചെയ്തു. റോജൻ ഡൂയിങ് സച്ച് എ ബിഗ് ഫിലിം ലൈക്ക് കത്തനാർ. ഞാൻ അതിന്റെ കുറച്ച് വർക്ക് കണ്ടിരുന്നു. ഐ വാസ് റിയലി ഹാപ്പി ടു സീ ദ വേ ഹി ഹാസ് ഇവോൾവ്ഡ് ആസ് എ ഡയറക്ടർ. മിഥുൻ മേനോൻ, വിപിൻ ദാസ്, അഹമ്മദ് കബീർ, ഇതൊക്കെ നമ്മൾ അവരെല്ലാം നല്ല നല്ല പ്രോജക്ട്സും ഒക്കെ ചെയ്ത് അത് വിജയിക്കുന്ന കാണുമ്പോൾ
വി റിയലി DOPs, ഐ മീൻ മ്യൂസിക് ഡയറക്ടേഴ്സ്, അങ്ങനെ എത്ര പേരെ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം കത്തനാരി തന്നെ നോക്കുകയാണെങ്കിൽ നീലാണ് ക്യാമറ ചെയ്യണത്, പുള്ളി മങ്കിപ്പനിലൂടെ വന്നതാണ്. രാഹുൽ സുബ്രഹ്മണ്യമാണ് മ്യൂസിക് ചെയ്യുന്നത്. ഐ മീൻ സച്ച് എ ബിഗ് പ്രോജക്റ്റിന്റെ മ്യൂസിക് ഇസ് ഡൺ വണ്ടർഫുള്ളി വെൽ. അപ്പം അതൊക്കെ അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളവരുണ്ട്. അവരൊക്കെ നല്ല നിലയിലാവുകയും നല്ല പ്രോജക്ട്സ്, ചെറുതും വലുതുമായിട്ടുള്ള നല്ല പ്രോജക്ട്സ് ചെയ്യുന്നതും അക്ലോഡ്സും അവർക്ക് അവാർഡ്സും കിട്ടുന്ന കാണുമ്പോഴൊക്കെ. ഈ സത്യന്റെ ബയോപിക് ചേട്ടന് വെച്ചാൽ സംഭവിക്കോ? അത് അന്ന് കോവിഡ് കാരണം അന്ന് നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു ടൈം ലൈൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം ലൈൻസ് ഇതിൽ നടന്നില്ല. അത് വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിന് ശേഷം പല പല ഇഷ്യൂസ് ഉണ്ടായല്ലോ. അപ്പം ബാക്ക്ലോഗ്സ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. വാലാട്ടി, ഇത് പടക്കളം, ഇപ്പൊ ആട് എല്ലാം കഴിഞ്ഞു. ഇനി അത് എനിക്ക് ഏറ്റവും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു പ്രോജക്റ്റാണ്. ഭയങ്കര ആഗ്രഹമുള്ള പ്രോജക്റ്റാണ്. ഞാൻ കേട്ടിട്ടുള്ള സ്ക്രിപ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ലൈഫ് സ്റ്റോറീസ് ആൻഡ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. കോട്ടയം കുഞ്ഞച്ചൻ 2 കംപ്ലീറ്റ് ഉപേക്ഷിച്ച? ഒരിക്കലും അങ്ങനെ ഞാൻ പറയില്ല. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് മമ്മൂക്കായിട്ടുള്ള പടം. ഞാൻ പല വേദികളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആസ് എ പ്രൊഡക്ഷൻ ഹൗസ്, എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് കംപ്ലീറ്റ് ആവുക മമ്മൂക്കയെ വെച്ചൊരു പടം ചെയ്യുമ്പോഴാണ്. കാരണം അല്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കോട്ടയം കുഞ്ഞച്ചൻ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാണ്. ആക്ടർ എന്നുള്ളത് ബിയോണ്ട് എ ക്വസ്റ്റ്യൻ, ബട്ട് ഒരു പേഴ്സൺ, ഒരു ഹ്യൂമൻ ബീങ്. അപ്പോൾ എനിക്ക് അദ്ദേഹമായിട്ട് ചേർന്നൊരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കോട്ടയം കുഞ്ഞച്ചൻ 2 ദ റൈറ്റ്സ് വാങ്ങിച്ചത്. പക്ഷേ സ്ക്രിപ്റ്റ് അങ്ങോട്ട് നമുക്ക് അത്രയും എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പടമായതുകൊണ്ട് അങ്ങോട്ട് എത്തി നിന്നില്ല. അതുകൊണ്ട് ഇനിയും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഇനിയും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. നടക്കാനുള്ള സാധ്യതകൾ ഇല്ലായികയൊന്നുമില്ല. വേറെ ചില ഇത് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് ഈ പ്രാവശ്യം കണ്ടപ്പോഴും ഞാൻ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അല്ലെങ്കിൽ വേറൊരു പ്രോജക്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. നമുക്ക് അദ്ദേഹത്തിന് ഉപയോഗിക്കാമല്ലോ പല രീതിയിൽ. ഇപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ. കോട്ടയം കുഞ്ഞച്ചനെ നമുക്ക് എങ്ങനെ എന്ത് രീതിയിൽ ഉപയോഗിക്കാമല്ലോ. കോട്ടയം കുഞ്ഞച്ചൻ ആരാണെന്നൊക്കെ. അപ്പം അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇനി കോട്ടയം കുഞ്ഞച്ചൻ അല്ലെങ്കിൽ കൂടെ ഞാൻ ആട് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മമ്മൂക്കയ്ക്ക് പറ്റിയ ഒരു സബ്ജക്റ്റുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കും. അത് ആവുന്നവരെ പോയിക്കൊണ്ടിരിക്കും. പ്രതീക്ഷിക്കുന്ന അസോസിയേഷൻസ് ആരൊക്കെയായിട്ടായിരിക്കും? അല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. മമ്മൂക്കയായിട്ടുള്ള ഒരു കാര്യം, ലാലേട്ടനായിട്ടുള്ള കാര്യം, ഒരു പ്രോജക്റ്റും കൂടെ എനിക്ക് ഞാൻ ആക്ച്വലി റോജനുമായിട്ടൊരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അത് ലാലേട്ടനോട് ഐ തിങ്ക് റോജൻ സൂചിപ്പിച്ചു, ഞാൻ സൂചിപ്പിച്ചു തോന്നുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്.